വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്ര പെർഫെക്റ്റായിട്ട് അപ്പം ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയ ആ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ചോറ്, നമ്മുടെ ചോറുണ്ടല്ലോ അത് കൂടുതലാവരുത്. കൂടുതലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കലത്തപ്പം റെഡി ആവത്തില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി 1.5 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് ചോറ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് ഈ ഒരു ടൈമിന് തന്നെ വേണമെങ്കിൽ ഉപ്പിടാം. പിന്നെ നമ്മുടെ മെയിനായിട്ട് പെരിഞ്ജീരകം ഉണ്ടോ, അത് കൂടിപ്പോവരുത്. ഒരു ചെറിയ ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചോറും അരിയും ജീരകമൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതി. ഒരു നുള്ള് നമ്മൾ പായസത്തിലൊക്കെ എടുത്തില്ല അതുപോലത്തെ ആവശ്യത്തിന് കുറച്ച് വെള്ളം. അരക്കണ സമയത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചതിന് പിന്നീട് നമുക്കത് ആ ഒരു ബാറ്ററി ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് നല്ലതുപോലെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ ഇത്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കരുത്. നമ്മുടെ ശർക്കര പാനി ഉരുക്കിയതും കൂടെ ഇതിൽ ഒഴിക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈസ്റ്റ്, അത് നമുക്ക് പൊന്തി വരാൻ ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ശർക്കര ഇവിടെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പീസാണ് ഞാൻ 3 പീസാണ്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള. ഇത്തിരി മധുരം ആവശ്യത്തിനേ ഉണ്ടാവുള്ളൂ. കൂടുതൽ മധുരം ആവശ്യമായിട്ട് വേണ്ടവർ കൂടുതൽ ശർക്കര ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പാനിയായി വന്നിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നല്ല ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് തന്നെ ഒഴിച്ചു ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടൈമിൽ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ മാവ് വെന്ത് പോവും. അപ്പോൾ കൈയോടെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലിലായാലും വെളിച്ചെണ്ണയിലായാലും ഒക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കുക്കറിൻ്റെ എല്ലാ സൈഡിലേക്കും ആവുന്ന വിധത്തിലൊന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തേങ്ങാക്കുത്ത് അല്ലെങ്കിൽ കൊപ്ര ആയാലും മതി കേട്ടോ. കൊപ്ര ആയാലും കൂടുതൽ ടേസ്റ്റാണ്. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വന്ന് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് സവാളയോ ഉള്ളിയോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ തീ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ മധുരം വേണ്ടുന്ന ആൾക്കാർ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കാനൊന്നും പാടില്ല. നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലത്തെ വിസിലുണ്ടല്ലോ അതെടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ അതിൻ്റെ ആവി വരും. ഇതുപോലെ അതിൻ്റെ ഹോളിൽ കൂടെ ആവി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് കുത്തി നോക്കാം കേട്ടോ. ആയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ചൂടാറിയതിന് ശേഷം ഇങ്ങനെ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ കലത്തപ്പം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.